ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ചാനലിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാനെന്നുള്ളത് നമ്മുടെ തൊടുപുഴയിൽ പുതുതായിട്ട് പ്രവർത്തനം ആരംഭിച്ച പർപ്പിളിൻ്റെ ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ ഷോപ്പിലാണ്. സാധാരണ ഞാൻ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ മേടിക്കുന്നത് ഓൺലൈൻ ആപ്പുകൾ വഴിയാണ്. ആമസോൺ, നൈക്ക, പർപ്പിൾ പോലുള്ള ആപ്പുകൾ വഴി. അപ്പം നമുക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മേടിക്കുന്ന സാധനം നമ്മുടെ സ്കിൻ ടോണിന് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടെക്സ്ചറിനനുസരിച്ചുള്ളതാവണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ചിലപ്പോൾ കൈ കിട്ടുമ്പോഴായിരിക്കും ആ പ്രൊഡക്ട്സ് നമ്മുടെ സ്കിന്നിന് മാച്ച് ആവണില്ല എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഡയറക്റ്റ് പോയി ടെസ്റ്റ് ചെയ്ത് മേടിക്കുന്നത് തന്നെയാണ് നമ്മുടെ സ്കിന്നിന് എന്തുകൊണ്ടും അത് നല്ലത്. അപ്പം പർപ്പിളിൻ്റെ ഷോപ്പ് നമ്മുടെ തൊടുപുഴയിൽ വന്നപ്പോൾ തന്നെ കുറച്ച് നാളായി ഞാൻ പോകണമെന്ന് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് എനിക്ക് ആവശ്യമുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ മേടിക്കാനായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി. എന്തായാലും അവിടുത്തെ കസ്റ്റമർ സർവീസ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ലൊരു കസ്റ്റമർ സർവീസാണ്. നമുക്ക് ആപ്റ്റായിട്ടുള്ള പ്രൊഡക്ട്സ് അവർ നമുക്ക് ചൂസ് ചെയ്ത് തന്നു. അപ്പോൾ ആ കൂടെ പിള്ളേർക്കും അതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ കരോള ആ കൂടെ അപ്പന് കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നു. ആ സമയം കൊണ്ട് തന്നെ എൻ്റെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് എനിക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സൊക്കെ മേടിച്ചു. എനിക്ക് എപ്പോഴും പറ്റാറുള്ള ഒരു മിസ്റ്റേക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൈറ്റുകളിൽ കാണുന്ന ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് നമുക്ക് മാച്ച് ആകുമെന്ന് വിചാരിച്ച് നമ്മളത് പർച്ചേസ് ചെയ്യും. പക്ഷേ നമുക്ക് കൈ കിട്ടിക്കഴിഞ്ഞ് നമ്മളത് ഇടുമ്പോഴായിരിക്കും നമുക്കത് നമ്മുടെ സ്കിന്നിന് അത് മാച്ച് ആവണില്ല എന്നറിയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്ക് പോലുള്ള സാധനങ്ങൾ നമ്മൾ ഷോപ്പിൽ തന്നെ പോയി അത് ടെസ്റ്റ് ചെയ്ത് മേടിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ എനിക്ക് ആപ്റ്റായിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെയാണ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഞാൻ മേടിച്ചത് ലിക്വിഡ് ഫൗണ്ടേഷനാണ്, ഫേസസ് കാനഡയുടെ. എൻ്റെ സ്കിൻ ടോണിനനുസരിച്ചുള്ളതാണ്. നെക്സ്റ്റ് ഞാൻ മേടിച്ചത് ഒരു ഫേസ് സിറമാണ്, പിന്നെ ഒരു ഐലൈനർ, പിന്നെ ഒരു ലിപ്സ്റ്റിക്ക്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും എനിക്ക് ആപ്റ്റായിട്ടുള്ളതാണ് കിട്ടിയത്. പിന്നെ ഒരു കൺസീലർ, ഒരു മസ്കാര, പിന്നെ ഒരു കോമ്പാക്റ്റ്. ഇത്രയാണ് ഞാൻ മേടിച്ചത്. അപ്പം അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.